ജോലി, ജിമ്മ്, കൂട്ടത്തിൽ കൂട്ടുകാരന്റെ ഒരു മൂക്കിന്റെ പാലത്തിന്റെ സർജറിയും കൂടി. അതാണ് ഇന്നത്തെ പരിപാടി. പുറത്തൊക്കെ വെയിലിൽ 0 ഡിഗ്രി ആയതുകൊണ്ട് വണ്ടിയുടെ ചന്തി പൊക്കി നോക്കിയിട്ട് അതിന്റെ ഗ്ലൗസ് ഉണ്ടോ നോക്കി. ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് വണ്ടിയുടെ ചന്തി അടിച്ച് വെച്ച് നേരെ വണ്ടിയും എടുത്ത് ദേ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ജിമ്മിലേക്ക്. ജിമ്മിന്റെ ഫേസ് സ്കാനും ചെയ്ത് നേരെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്റെ മുന്നിൽ തന്നെ ഒരു കണ്ണാടിക്കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ജിമ്മിന്റെ ഉള്ളിലേക്കും കയറി ജിമ്മ് പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസത്തോളം ആവും ചെയ്തു. മാത്രമല്ല 77 കിലോ ഇപ്പോൾ ഏകദേശം 73 കിലോ ആയി. ഷോൾഡർ ഡേ ആയതുകൊണ്ട് രാവിലെ 6 മണിക്ക് വന്ന് സംഭവം വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം വർക്കൗട്ട് തീർന്നു. ഇനി ഹോസ്പിറ്റലിൽ പോകാം. കുറച്ച് സാധനങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുണ്ട്. ഫോട്ടോസ്റ്റാറ്റ് കടയിലേക്കും ചെന്ന് നേരെ അവിടുത്തെ സ്നേഹക്കുലിതനായ ചേട്ടൻ നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തരും ചെയ്തു. അതിന്റെ ശേഷം നേരെ ഹോസ്പിറ്റലിലേക്കും പോയി. ജോലി ഇരുന്നത് സാപ്പാട് എന്നുള്ളതുകൊണ്ട് നേരെ ഡ്യൂട്ടിക്ക് പോയി. അതിന്റെ ശേഷം ഓർത്ത് നമ്മുടെ കൂട്ടത്തിൽ ഒരു സർജറി ആണെങ്കിലും അവരെ കാണാൻ പോകണല്ലോ. അങ്ങനെ നേരെ അവന്റെ റൂമിലേക്ക് ചെന്നപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് തുറന്നു നോക്കിയപ്പോഴാണ് അവിടെ ആരുമില്ല. പേഷ്യന്റ് ഇറങ്ങി പോയിരിക്കണം ഫുഡ് കഴിക്കാൻ. സർജറി വേറൊരുത്തിന്റെ ആണെങ്കിലും അടുത്ത വിക്കറ്റ് ദേ നിൽക്കുന്നു അടുത്ത സർജറിക്കായിട്ട്. റൂമിൽ പിന്നെ വേറെ കണ്ണാടി കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ ഞങ്ങൾ ക്യാൻറ്റീനിലേക്കും പോയി. എന്നാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാന്നുള്ളതുകൊണ്ട് എനിക്ക് ഡയറ്റും ആയതുകൊണ്ട് നമ്മളൊക്കെ പാടെ കുറച്ച് പച്ചക്കറി വാരി പെറുക്കി എടുത്ത് ഒരു 50 ഗ്രാം ചോറും എടുത്ത് ഇതൊക്കെ പാടെ വാരി കുത്തി കയറ്റി ഉള്ളിലേക്ക് കയറ്റിയ സമയത്താണ് ഇവനാണ് നമ്മൾ പറഞ്ഞ നടൻ അല്ലെങ്കിൽ പേഷ്യന്റ്. ഹോസ്പിറ്റലിൽ പേഷ്യന്റ് കിടക്കുന്ന സന്തോഷത്തിൽ നമ്മളെല്ലാവരും കൂടി 3 ഐസ്ക്രീമും വാങ്ങിച്ചു. അതും അവന്റെ കാശുണ്ട്. പിന്നെ റൂമിലേക്ക് വന്ന് പേഷ്യന്റ് കിടക്കുന്ന കോലാണത്. എന്തായാലും അടുത്തുള്ള ബൈസ്റ്റാൻഡർ നോക്കിയപ്പോൾ പബ്ജി കളിച്ചോണ്ടിരിക്കുന്നത്. ചെങ്ങായിമാര് തന്നതുകൊണ്ട് പബ്ജി കളിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി സബ്സ്ക്രൈബ് ചെയ്തിട്ടാ.